إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا. അള്ളാഹിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൽ അതിൻ്റെ ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുക എന്ന ഏറ്റവും പുണ്യകരമായ ഒരു സമയത്ത് നമുക്ക് അത്തരമൊരു സദസ്സിൽ പങ്കെടുക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പ്രതിസന്ധികളിലെ എന്ത് പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികളിൽ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാം. അതിന് വളരെ വലിയ ഇജാബത്ത്
ഉത്തരം കിട്ടുന്ന, അതിവേഗം ഉത്തരം കിട്ടുന്ന കാര്യമാണ്. തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുക. വ്യക്തികളെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. വ്യക്തികളെ മുൻനിർത്തി തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാനൊന്നും പാടില്ല. പക്ഷേ അമലു സാലിഹാത്തുകൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അള്ളാഹിനോടൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഡയറക്റ്റ് ചോദിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ മുൻനിർത്തി റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റബ്ബിനോട് മുൻനിർത്തി ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അമൽ ഏതാ? ഖുർആൻ പഠനമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന ഏറ്റവും മുന്തിയ കർമ്മമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റബ്ബിനെ മുൻനിർത്തി ചോദിക്കേണ്ടത്. റബ്ബേ അതാ ഇങ്ങനൊരു പ്രതിസന്ധിയിലാണ് ഞാനുള്ളത്. അത് ദുന്യവിയായ കാര്യമാകാം, ഉഹ്റവിയായ കാര്യമാകാം, ഏത് വിഷയമാണെങ്കിലും റബ്ബേ ഈ ഒരു പ്രതിസന്ധി എനിക്ക് നീ നീക്കിക്കൊണ്ട പഠിച്ചവനെ എന്ന് നമ്മൾ നല്ലൊരു അമലിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഒരു അമൽ ഉള്ള ആൾക്കാരാണ് ഖുർആൻ പഠിക്കുന്ന നമ്മൾ. ഇനി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോദിക്കേണ്ട ഒരു അമലിനെ മുൻനിർത്തി നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്താ? ചോദിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കണം? പരലോകമാണ്. അത് എല്ലാ വിഷയത്തിലും അത് തന്നെയാണ്. പക്ഷെ അതല്ലാത്തൊരു കാര്യം എന്താണ്? ഖുർആൻ പഠനം തന്നെ. അതായത് ഖുർആൻ, അള്ളാഹുവേ നിന്റെ ഖുർആൻ ഞാൻ പഠിക്കുന്നു, അതിനു വേണ്ടി ഞാൻ സമയം നീക്കി വെക്കുന്നു, അത്തരം ഒരു സമയത്ത് ഞാൻ ഇരിക്കുന്നു. ഇപ്പൊ നമ്മള് ഖുർആൻ പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചത് മുഴുവനും ഓർമ്മ ഉണ്ടാകണമെന്നോ, അല്ലെങ്കിൽ ആയത്ത് മുഴുവനും മനപ്പാടാക്കണമെന്നോ, അല്ലെങ്കിൽ പറഞ്ഞതൊന്നും മറക്കാൻ പാടില്ലെന്നല്ല. പഠിതാവ് എന്ന് പറഞ്ഞാൽ ഇവര് കുട്ടി എന്താ പണി എന്ന് ചോദിച്ചാൽ പഠിക്കുകയാണെന്ന് പറഞ്ഞാല് എത്രാം ക്ലാസ്സിൽ എവിടെ പഠിക്കണത് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് മുഴുവനും അവനക്ക് ബൈഹാർട്ടാണെന്നാണോ? ആണോ? അല്ല, പഠിക്കുന്നവനാണ്. അതാണ്. അപ്പൊ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ആ പഠിക്കുക എന്നൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അള്ളാഹ് കബൂൽ ചെയ്യുന്ന കർമ്മങ്ങളാകുന്നത്. അപ്പൊ നമ്മൾ റബ്ബിനോട് ഖുർആൻ പഠിക്കുന്നു എന്ന ഈ ഒരു അമലിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കേണ്ടത്, പഠിച്ചോനെ കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാന് വരെ ഖുർആൻ പഠിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റി. ഇനി കൂടുതലൊന്നും ചോദിക്കണ്ട, അടുത്ത റമദാൻ വരെ ചോദിച്ചോളൂ. അടുത്ത റമദാനിൽ പിന്നെ ചോദിക്കാം. പഠിച്ചോൻ അടുത്ത റമദാൻ വരെ എനിക്ക് ഇതേ രൂപത്തിൽ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ പഠിച്ചോനെ, ആ ഒരു മാനസികാവസ്ഥ എനിക്ക് നീ ഒരുക്കിക്കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത റമദാൻ വരെ, റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ നമ്മൾ ചോദിക്കാം റബ്ബിനോട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനാവശ്യമായ ആഫിയത്തും ആരോഗ്യവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പൊ ആ കാര്യം നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കുക. ഇനി നമ്മൾ ആയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17-18 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അതിന്റെ അർത്ഥം പറഞ്ഞില്ലേ? അർത്ഥം എഴുതിയെടുത്തു അല്ലെ? അപ്പൊ ഒന്ന് ആയത്ത് നോദിക്കണേ എല്ലാവരും. അർത്ഥം മനസ്സിലാക്കിയിട്ട് നോക്കട്ടെ. 2 ആയത്തുണ്ടാവും, നോദിക്കോളൂ. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. അർത്ഥം പറയട്ടെ. യഅ്ലുക്കുമുല്ലാഹ്. അർത്ഥം പറയും. യഅ്ലുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. യഅ്ലുക്കുമുല്ലാഹ്, വഅള. നമ്മൾ പണ്ട് വയല് അറിയില്ലേ? അതാണ് ആ വയലാണ്.
വയലല്ല വഅദ് ഐനാണ്. വഅദ പറഞ്ഞാൽ ഉപദേശിച്ചു, യഅദു ഉപദേശിക്കുന്നു. യഅദുകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്തിന്? വൈക്ക് അൻ തഊദു ലിമിസ്ലിഹി, അൻ തഊദു എന്താണ്? ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. എന്ത് ആവർത്തിക്കാതിരിക്കാൻ? വൈക്ക് ലിമിസ്ലിഹി എന്താണ്? എന്താ മിസ്ലി പറഞ്ഞാല്? ഇതുപോലെ. അപ്പൊ ലിമിസ്ലി ഇതുപോലെയുള്ളത്. ഏതുപോലെയുള്ളത്? എന്താ ഇവിടുത്തെ വിഷയം? എന്താണ് അതേതാണ്? ഹദീസുൽ ഇഫ്ക്. ഇത് ഇനി ഉണ്ടാവരുത്. ആർക്കുണ്ടാകരുതെന്ന്? അതെ, ഇത് നബിന്റെ കാലത്ത് ഉണ്ടായൊരു സംഭവം ഇനി അവിടെ മാത്രം ഉണ്ടാകരുന്നല്ല, ലോകത്തെവിടെയും ഒരു മുഅ്മിനീങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. അബദൻ, ഒരിക്കലും. അബദൻ, ഒരിക്കലും. ആ വാക്കിന്റെ ഘടനയും അതിന്റെ മഹത്വമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. യഅദുകുമുല്ലാഹ് അല്ലാഹ് നിങ്ങളെ ഉപദേശിക്കുകയാണ്. അൻ തഊദു നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ലിമിസ്ലിഹി അതുപോലെയുള്ളത്, അബദൻ ഒരിക്കലും. ഇൻ കുൻതും നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ബാക്കി വയുബയ്യിനുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. എന്താ ബയ്യന പറഞ്ഞാല്? വിശദീകരിക്കുക. വയുബയ്യിനുല്ലാഹു അല്ലാഹു വിശദീകരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്. എന്താണ്? അൽ ആയാത്ത് അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരികയാണ്. വല്ലാഹു അലീമുൻ ഹക്കീം അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അള്ളാഹുവിന്റെ യുക്തി വെച്ച്, അള്ളാഹുവിന്റെ അറിവ് വെച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് അവന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളും ഇങ്ങനെ വിവരിച്ചു തരികയാണ്. ആ വിവരിച്ചു തരുന്നതിലൂടെയുള്ള ഉപദേശമാണ്. ആ ഉപദേശം ഇതുപോലെയുള്ളത് ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ 2 ആയത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ 2 ആയത്തിൽ പരാമർശിക്കുന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ആയത്തിന്റെ അർത്ഥമാണ് അള്ളാഹു ഇതുപോലെയുള്ളത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? 2 കാര്യങ്ങൾ ഈ ആയത്തിലില്ലേ? ഒന്നെന്താ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. പിന്നെ അല്ല, അതുണ്ട്. അത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഈ ആയത്തിലെ വിഷയം എന്താണ്? ഉപദേശം. അവിടെയാണ് ഇതൊരു ചെറിയ കാര്യമല്ല. ഖുർആനിൽ അതിനൊരു രീതിശാസ്ത്രമുണ്ട്. അത് നമ്മൾ ശരിക്കും തദബ്ബുർ ചെയ്യണം, നോട്ട് ചെയ്യേണ്ട വിഷയം, പഠിക്കേണ്ട വിഷയം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു തെറ്റ്, അത് എന്താവട്ടെ, ഈ വിഷയം എന്താവട്ടെ, ആ തെറ്റ് നമ്മളെ വീട്ടില് ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ മക്കളിൽ ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ, ഒരു തെറ്റായ കാര്യം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കളില് പെരിയിലൊരു തെറ്റുണ്ടാവരുത്, കുടുംബത്തിലൊരു തെറ്റുണ്ടാവരുത്. അതിനെന്താ ചെയ്യേണ്ടത്? ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ഉപദേശമില്ല എങ്കിൽ, ഉപദേശത്തിന്റെ ചരിത്രം മുതൽ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് തദബ്ബുർ ചെയ്യാൻ വേണ്ടി തന്നെ വിഷയം അതാ. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. ഉപദേശം നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും, ഈ ഇരിക്കുന്നവരിൽ 99% ആളുകളും വളരെ കുറച്ചു മാത്രം ഉറങ്ങിയവരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് നീട്ടിക്കൊണ്ടുപോകില്ല. എല്ലാവർക്കും വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി ഇബാദത്തിൽ മുഴുകിയവരാണ്. അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ പറയുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഉപദേശത്തിന്റെ ചരിത്രമടക്കമല്ല പറയുന്നുണ്ട്, ഇതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത്. ആദ്യത്തെ മനുഷ്യനാരാ? ആദം നബി. ആദം നബിനെ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ആദം നബിക്ക് വാപ്പണ്ട,
ഉമ്മണ്ടാ, സഹോദരങ്ങളുണ്ടോ, ഗുരുനാഥന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ടോ? ഇല്ല, ആരുമില്ല. ആദം നബിയെ ഉപദേശിച്ചത് അള്ളാഹ് നേരിട്ട. എന്താണ്? ആദം നബിക്ക് ഉപദേശം കൊടുക്കുന്നത് ആരാ? അള്ളാഹു നേരിട്ടാണ് ആദം നബിക്ക് ഉപദേശം കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സമൂഹമായി മാറിയപ്പോൾ ആദം നബി ഒരാള്, ആദം നബിന്റെ കൂടെ ഭാര്യ, പിന്നെ അവർക്ക് മക്കളായി, മക്കൾക്ക് മക്കളായി. അങ്ങനെ ഭൂമിയിൽ കുറച്ച് ഒരു സമൂഹം പോലെ, ഒരു 2 വീട് 3 വീട് 4 വീട് 5 വീട് എന്നൊക്കെ പറഞ്ഞ പോലെ മക്കൾ ഇങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ ഉള്ള ആണെന്നെ ഉള്ള അവരുടെ കൂട്ടത്തിനുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും. അങ്ങനെ അവർക്ക് മക്കളാവും, വീണ്ടും മക്കളാവും. അങ്ങനെ ആ സമൂഹം ഇങ്ങനെ വളരെയാണ്. ആ വളർന്നു വന്ന സമൂഹമാണ് പിന്നീട് എവിടേക്ക് എത്തുന്നത്? നൂഹ് നബിയുടെ കാലത്തെ പ്രളയം. ആ പ്രളയം അവിടെ മാത്രമാണെങ്കിലും അന്ന് 80 പേരൊഴികെ ബാക്കിയുള്ള ഭൂമിയിലെ സകല മനുഷ്യന്മാരും ആ പ്രളയത്തിൽ മരിച്ചു. കാരണം അന്ന് നൂഹ് നബി ഉള്ളിടത്ത് അന്ന് അവിടെ മാത്രമേ എന്തുള്ളൂ? മനുഷ്യന്മാരായിട്ടുള്ളൂ. വേറൊരിടത്ത് മനുഷ്യന്മാരായിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടാണ് ഉപദേശത്തിന്റെ ചരിത്രം പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഉപദേശത്തിന്റെ ചരിത്രം പറയുന്നത് ഇതെന്തിനാ അറിയോ? നമ്മൾ മുഅ്മിനീകളാകാൻ വേണ്ടി അലീമും ഹക്കീമുമായ, എല്ലാം അറിയുന്ന, നമ്മൾ ചിന്തിക്കാത്ത, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും അറിയുന്ന യുക്തിമാനായ റബ്ബ് വിശദീകരിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശകൻ ആരാണ്? അല്ലാഹു. മുഹമ്മദ് നബിയുടെ ഉപദേശകനും ആരായിരുന്നു? അല്ലാഹു. എല്ലാ പ്രവാചകന്മാരുടെ ഉപദേശകൻ ആരാ? അല്ലാഹു. പിന്നീട് ഈ പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല ആ ഉപദേശത്തിന്റെ പ്രായോഗിക രൂപം നമുക്ക് കാണിച്ചു തന്നു. മനസ്സിലാക്കണം. അപ്പം മനുഷ്യ ചരിത്രത്തിൽ രണ്ടാമത്തെ അള്ളാഹു ഈ ആദം നബിക്ക് ഡയറക്റ്റ് ഉപദേശം കൊടുക്കുന്നു. പിന്നീട് ഒരു പ്രവാചകനായി ഒരു സമൂഹമായി മാറിയത് ആരെ കാലത്ത്? നൂഹ് നബിന്റെ കാലത്ത്. എന്നിട്ട് നൂഹ് നബിക്ക് അള്ളാഹു കൊടുക്കുന്ന ഉപദേശം, ആ ഉപദേശം എന്താണെന്നറിയങ്ങള്? ആ ഉപദേശം കൊടുത്തിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ നിനക്ക് ഉപദേശം തരുന്നത്, ശ്രദ്ധിക്കണേ, അവിടുത്തെ തുടക്കം, ഞാൻ നിനക്ക് ഉപദേശം തരുന്നത് നീ ജാഹിലാകാതിരിക്കാനാണ്. എന്താ ജാഹില് പറഞ്ഞാല്? വിവരമില്ലാത്ത വിഡ്ഢി. വിവരമില്ലാത്തവൻ ഉപദേശം കിട്ടാത്തവനായിരിക്കും. ആ വിവരമില്ലായ്മയിൽ നിന്നാണ് എന്ത് ചെയ്യാ? അബദ്ധങ്ങൾ സംഭവിക്കുക. വാപ്പ ആരാണ്, മക്കളാരാണ്, ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുക. മനസ്സിലായണ്ട? അപ്പം നൂഹ് നബിയോട് അള്ളാഹ് പറയുന്നൊരു വാക്കാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് കാണേണ്ടത്. അപ്പം പറഞ്ഞു വരുന്നത് ഉപദേശത്തിന്റെ ചരിത്രം, മനുഷ്യ ചരിത്രത്തിൽ ഉപദേശം, അതായത് നമുക്കിടയിൽ ഉപദേശം എന്തിന് നിലനിൽക്കണം, എന്തിന് ഉപദേശം നിലനിൽക്കണം, ഒരു അറിവാണ്, ഒരു ഇൽമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഈ തലമുറക്ക് ഉപദേശം ഇഷ്ടമല്ല. ഈ തലമുറക്ക് ഉപദേശം ഇഷ്ടമല്ല. നമ്മുടെ നാട്ടില് വാത് സംഘടിപ്പിക്കണത് ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്. അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. സ്വന്തം വീട്ടില് മഹല്ല് കമ്മിറ്റി വാത് സംഘടിപ്പിക്കും. ആ മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റിന്റെ മക്കള് പ്രസിഡന്റ് പറഞ്ഞ കേൾക്കാതെ ജീവിക്കണമായിരിക്കും. മനസ്സിലായില്ലേ? ഉപദേശം എന്തല്ല ഈ സമൂഹത്തിന് ഇഷ്ടമല്ല. ഒന്ന് പറഞ്ഞു വെക്കിയ മക്കളോട്, ചെറിയ മക്കളോട് വരെ പറഞ്ഞു വെക്കിയാൽ അവർക്കത് വെറുപ്പാണ്. ഒരു വാപ്പാനും ഉമ്മാനും മക്കൾ എപ്പോഴും കൂടുതൽ വെറുക്കൽ എപ്പോഴാണ്? ഉപദേശിക്കുമ്പോഴാണ്. ഏത് കാര്യത്തിൽ ഉപദേശിക്കുമ്പോ? ദുന്യവിയായ കാര്യത്തിലല്ല, പിന്നെ ആ ഉഹ്റവിയായ കാര്യത്തിൽ ഉപദേശം കൊടുക്കുമ്പോഴാണ്. ദുന്യവിയായ കാര്യത്തിൽ ഉപദേശം കൊടുക്കുമ്പോഴൊന്നും മക്കൾക്ക് അത് പിന്നെ ഒരു വണ്ടി ബൈക്ക് വാങ്ങിക്കൊടുത്തുകാണ്ട് ആ ബൈക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച് ബൈക്കോ കാറ് വാങ്ങിക്കൊടുത്തുകാണ്ട് നല്ലോണം ഉപയോഗിക്കേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ആ ഉപദേശമല്ല.
ആ സമയത്ത് ആ ബൈക്ക് ഉപയോഗിച്ച് കൃത്യം 5 നേരം പള്ളിക്കാൽ എന്നെ കാണണം എന്ന് പറഞ്ഞു വെക്കേണ്ടി. അവിടെ പ്രശ്നം വരിക, ഇഷ്ടല്ല. അപ്പൊ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ആദ്യം സൂറത്ത് ഹൂദ് മറിക്കുക. സൂറത്ത് ഹൂദ് 11-ാമത്തെ സൂറത്ത്. സൂറത്ത് ഹൂദിലെ 46-ാമത്തെ ആയത്ത് വായിക്കുക. 46-ാമത്തെ ആയത്ത്. ഖാല യാ നൂഹ്. കണ്ടില്ലേ? എല്ലാരും കാണണം. 46 ആയത്ത് കാണണം. ഖാല യാ നൂഹ്. അള്ളാഹ് പറയാണ്, അള്ളാഹ് വിളിക്കാണ്. എന്താ വിളിക്കണ? യാ നൂഹ്. എന്താ യാ നൂഹ് എന്ന് പറഞ്ഞാല്? ആ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഓന് നല്ലതല്ലാത്ത കാര്യം ചെയ്തോനാ. നല്ലതല്ലാത്ത കാര്യം ചെയ്തോനാണ്. ആര്? ആരെ പറ്റിയായിരിക്കും? മോനെ പറ്റിയാണ്. മോനെ പഠിച്ചോനെ എന്റെ മോൻ എന്ന് പറഞ്ഞു. ആര്? വെള്ളം ഇങ്ങനെ ഉയർന്ന് വരികയാണ്. ഓനെ വിളിച്ചു, മോനെ വന്ന് കപ്പലിൽ കയറുന്ന് പറഞ്ഞു. മോൻ തയ്യാറായില്ല. നിങ്ങളെ വിശ്വസിച്ച ആൾക്കാരും നിങ്ങളായിട്ട് നിങ്ങൾ പോയിക്കോളി. വാപ്പ തന്നെയാണ്, പക്ഷെ വാപ്പാന്റെ വിശ്വാസം എന്നോട് പറയണ്ട, ഞാൻ അങ്ങോട്ട് വരൂല പറഞ്ഞു. ഞാൻ ഇതിന് മേലെ കയറി രക്ഷപ്പെടും, അങ്ങോട്ടൊന്നും വെള്ളത്തൂല പറഞ്ഞു. അതും കഴിഞ്ഞ് ഇവന് മുങ്ങി മരിക്കുന്നത് കാണുകയാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ മരിക്കണത് സ്വന്തം വാപ്പ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രംഗം എന്നാലോചിച്ച് നോക്കി. ആ സമയത്ത് നൂഹ് നബി അള്ളാനെ വിളിച്ചുപോയി. കാരണം ചോരയാണല്ലോ, രക്താണല്ലോ. പടച്ചോനെ എന്റെ കുട്ടി എന്ന് പറഞ്ഞു. ആ വിളിയെ അള്ളാഹ് പറയാണ്, എന്തിനാണ് നൂഹെ വിളിക്കണത്? നീ ഒരു വാപ്പയായി എന്നതുകൊണ്ട് മാത്രം എന്തല്ല നിന്റെ രക്തം എന്ന് പറയണ്ട. മറിച്ച് എപ്പോഴാണ് നമ്മളെ ബന്ധുവാവുക? ആശയവും ആദർശവും അനുസരിച്ച് ജീവിക്കുമ്പോഴാ. മക്കളാണെന്ന് എപ്പോഴാ? ജന്മം നൽകി എന്നുള്ളതുകൊണ്ട് മാത്രം വാപ്പാവോ അമ്മാവോ? ഒരു കുട്ടി ജനിക്കാൻ കാരണക്കാരനായി എന്നുള്ളതുകൊണ്ട് ഒരാൾ വാപ്പാവോ? ഇല്ല. ഇസ്ലാമിൽ അള്ളാഹ് പറഞ്ഞതാ, അവനവന്റെ ആദർശവും ആശയവും അനുസരിച്ച് നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബമായിട്ട് എണ്ണിയാൽ മതി. അള്ളാഹ് പറഞ്ഞ് നിന്റെ കുടുംബമല്ല. അതായത് നൂഹ് നബി പറഞ്ഞ വാക്കെന്താ അറിയോ? പടച്ചോനെ ഇന്ന ബിനി മിൻ അഹ്ലി എന്നാണ്. എന്താ പറഞ്ഞേ? എന്നെ മേലത്തെ ആയത്തിൽ കാണാം, ഇന്ന ബിനി മിൻ. പടച്ചോനെ എന്റെ മോൻ എന്റെ അഹ്ലല്ലേ, എന്റെ കുടുംബല്ലേ. മരിക്കണത് സഹിക്കാൻ കഴിയില്ല അള്ളാന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് പറയാ, എങ്ങനെയാണ് അഹ്ലി എന്ന് പറയാ? ലൈസ മിൻ അഹ്ലിക അല്ല. ബാക്കി വലാ തസ്അൽനി. വായിക്ക്, നിങ്ങൾ ആയത്ത് കണ്ടിട്ടില്ല? ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി. അറിയാത്ത കാര്യം ചോദിക്കരുത് എന്നോട്. അറിയാത്ത കാര്യം ഇതൊക്കെ നമ്മളെ ഉപദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യ. നിനക്കറിഞ്ഞുകൂടാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ തികഞ്ഞ അറിവോട് കൂടി ചോദിക്കണം, മനസ്സിലാക്കിയിട്ട് ചോദിക്കണം. മനസ്സിലാക്കൽ ഇവിടുന്ന അള്ളാന്റെ കലാമെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ബാക്കി ഇതെന്തിനാ പറയണത്? വായിക്ക്. ഇതെന്തിനാ പറഞ്ഞ? അള്ളാഹ് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വഅദ് പറഞ്ഞു തരികയാണ്, നിന്നെ ഉപദേശിക്കുകയാണ്. ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. എന്തിന്? അൻ തകൂന മിനൽ, നീ ജാഹിലികളിൽ പെട്ടുപോകരുത്. ഉപദേശമില്ലാത്തവരാണ് ജാഹിലുകളായിട്ട് മാറുക. മനസ്സിലായില്ലേ? ഓന് ദീനിന്റെ ഒരു വാപ്പ കൊടുത്ത ഉപദേശമൊക്കെ എന്താ അറിയോ? എന്താണ്? നല്ലോണം പഠിച്ചോ, എഞ്ചിനീയർ ആയിക്കോ, ഡോക്ടർ ആയിക്കോ, സിവിൽ സർവീസിന് പഠിച്ചോ, കോച്ചിങ്ങിന് പോയിക്കോ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഓനാ ഇൽമ മാത്രമേ ഉള്ളൂ. ഓനെന്തായി? ജോലി കിട്ടി, ഓൻ ഇവിടുന്ന് പോയി. എവിടെ പോയി? ഓന് ലണ്ടൻക്ക് അമേരിക്കക്കൊക്കെ പോയി. പിന്നെ ഈ വാപ്പ ആരാണ്? വാപ്പാക്ക് വാപ്പാനും മാനും മക്കൾക്ക് നോക്കൽ ഉത്തരവാദിത്തം ഉണ്ടോ, ബാധ്യത ഉണ്ടോ? വാപ്പാക്കും മാക്കും വയസ്സായാല് പിന്നെ $1 ആണ് വാപ്പാന്ന് വിചാരിച്ചത്. കാരണം ഈ വാപ്പ മോനക്ക് കൊടുത്തത് എന്തായിരുന്നു? ഈ വാപ്പ മോനക്ക് കൊടുത്തത് എന്തായിരുന്നു?
ഡോളറായിരുന്നു. പൈസ ചെലവാക്കിയിട്ടുള്ളൂ. അപ്പൊ ഈ മോൻ എന്താ മനസ്സിലാക്കിയത്? തിരിച്ചെന്താ കൊടുത്തു മതി, പൈസ കൊടുത്താൽ മതി. ഇതാ ഓര് മനസ്സിലാക്കിയത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ മനസ്സിലാക്കിയത്. ദീന് കൊടുത്തിട്ടില്ല, ദീന് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. മനസ്സിലായിണ്ട പറഞ്ഞത്? അപ്പം അതുകൊണ്ട് എന്താ ഈ ജാഹിലായി, ഇതൊന്നും അറിയാത്തവനായിട്ട് മാറി. ബാക്കി ഖാല, നൂഹ് നബി പറയാണ്, റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി, ഇൽമില്ലാത്ത കാര്യത്തിൽ നിന്നോട് ഞാൻ ചോദിച്ചു പോയി പടച്ചോനെ, ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. ബാക്കി വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരിൻ, നീ എനിക്ക് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്ക് പുറത്തു നിന്നിട്ടില്ലെങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും. അപ്പം എന്താ പറഞ്ഞു തരണേ? ഉപദേശത്തിന്റെ ചരിത്രം, മനുഷ്യന്റെ ചരിത്രം മുതൽ ഉപദേശത്തിന് പഴക്കണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ആയത്തുകൾ വായിക്കണ്ട. ഇനി ഞാൻ പറയാൻ പോണ അടുത്ത വിഷയം അതാണ്. നൂഹിനോട് അള്ളാഹ് പറഞ്ഞു, ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമി മിന്ന വബറകാത്തിൻ അലൈക വഅലാ ഉമ്മിക മഅക വമൻ സനുമതി വയമുസുഹും ثم യമുസുഹും മിന്ന അദാബുൻ അലീം. എന്താണ് ആയത്ത്? കപ്പൽ വിട്ടോ, ഈ പിന്നെ ഈ ബർക്കത്തിലും സലാമും മൂലമൊക്കെ ആയിട്ട് നിനക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. എത്ര ആളുണ്ട് കപ്പലില്? 80 ആൾക്കാർ അല്ലേ? ഓല് ഇറങ്ങി, പ്രളയം അവസാനിച്ചു, ഇറങ്ങി. ആ കപ്പലിൽ എന്തൊക്കെയുണ്ട്? എല്ലാ വസ്തുക്കൾ, ഇണകള് എല്ലാം അതിലുണ്ട്. ഓലാണ്ട് ഇറങ്ങിയിട്ട് അത് പടച്ചോൻ പ്രത്യേകം ബർക്കത്ത് കൊടുത്ത വസ്തുക്കളായിരുന്നു അത് മുഴുവനും. അതങ്ങോട്ട് പടർന്നങ്ങട്ട് പന്തലിച്ചു. ആ 80 ആൾക്കാരും അവരുടെ നാടും ആ മക്കളും അവർക്കുള്ള മക്കളും ആയിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ സമൂഹം. ആ സമൂഹത്തിന്റെ പേരെന്താണ്? ആദ് സമൂഹം. ഹൂദ് നബിക്ക് ശേഷം, നൂഹ് നബിക്ക് ശേഷം വന്ന സമൂഹം ആദ് സമൂഹം. അവരാണ് എന്തായത്? ഭയങ്കര ഹൈറ്റും വെയിറ്റും, മലകൾ തുറന്ന് വീടുണ്ടാക്കിയതൊക്കെ ഭയങ്കരമായിരുന്നവര്. കാരണം അള്ളാഹു തആല ഈ ആയത്തിൽ കാണാം, ബിസലാമിൻ മിന്ന വബറകാത്തിൻ, അള്ളാഹിന്റെ ബർക്കത്ത് കൊടുത്തുള്ള, ഇതാ നിനക്ക് ഈ സമൂഹത്തിന്, നിങ്ങൾക്ക് എന്റെ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് കൊടുത്ത സമൂഹത്തിന്റെ അടയാളം അവരിൽ കാണാമായിരുന്നു. അത്രയും വലിയ സമൂഹമായിട്ട് അവർ മാറി. എന്താ അറിയോ? ഈ അള്ളാഹു തആല ഓരോ സബബുകൾ വെക്കും മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല മനുഷ്യന്മാർ വെളിപ്പെടും. ചില ശിക്ഷകളും ചില പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അത് ആർക്ക് മാത്രമാവൂല? സമൂഹത്തിലെ ദുഷിച്ചവർക്ക് മാത്രമാവൂല, എല്ലാവരും അതിൽ ബാധിക്കും. മനസ്സിലേ? ഇപ്പൊ ഇന്നലെ തിരൂര് മാർക്കറ്റില് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഞാൻ. പിന്നെ ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപ്പെട്ട് കേടുന്നു പോവാണ്. 1930 ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ സമയത്ത് ഓരോ രാജ്യത്തും ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുക്കൾ കുന്നുകൂടിയിട്ട് ഉണ്ടാക്കിയവനും അത് ഉൽപ്പാദിപ്പിച്ചവനും അത് വാങ്ങുന്നവരും ഒന്നും ഉപകാരപ്പെടാതെ മുഴുവൻ മനുഷ്യന്മാരും പട്ടിണിയിലായിപ്പോയി. കാരണം എന്താ? യുദ്ധം ആയതുകൊണ്ട് ആ സാധനങ്ങളൊന്നും മറ്റു രാജ്യങ്ങളിലേക്കോ വിപണിയിലേക്കോ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചവരും അത് വാങ്ങുന്നവരും ഒക്കെ ഒന്നിനും കഴിയാതെ അതങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ കുന്നുകൂടിയിട്ട് അതങ്ങനെ പിന്നെ നശിച്ചുപോയി എന്നാ പറഞ്ഞത്. 1930 സമാനമായൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എവിടെയെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ അത് അവർക്ക് മാത്രമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യര് ഭൂമിയിൽ എവിടൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് ബാധിക്കും. എല്ലാ നിലക്ക് അതിന്റെ കെടുതികൾ ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സമൂഹം ഏറ്റവും വലിയ ബർക്കത്തുണ്ടായിരുന്ന സമൂഹമായിരുന്നു. അങ്ങനെ ആ ആദ് സമൂഹത്തില് അവരെന്തായി? അവസാനം പടച്ചവനെ മറന്നു. അള്ളാന്റെ ബർക്കത്ത് കിട്ടിയ ആൾക്കാരാണ് ഓര് അള്ള കൊടുത്ത ബർക്കത്തും അള്ള കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് തോന്നിയാസം ചെയ്ത് ജീവിച്ചു. ഉപദേശത്തിന്റെ ചരിത്രം ആവർത്തിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ പഠിക്കുന്ന ഉപദേശത്തിന്റെ ചരിത്രം ഇതിനകത്ത് ഈ ആയത്തിലെ തദബ്ബുർ അതാ. അപ്പം അടുത്ത് നമ്മൾ നോക്കേണ്ടത് 26 സൂറത്ത് ശുആറയിലെ 132.
132. സൂറത്ത് ഷുഅറ ആണ് കേട്ടോ, 26-ാമത്തെ സൂറത്ത്, 26. അതിലെ 136-ാമത്തെ ആയത്ത്, 136 വായിച്ചോളി. 136. ഖാലു സവാഉൻ അലൈനാ ഔ വഅൽത അം ലം തകും മിനൽ വാഇദീൻ. എന്താ പറഞ്ഞെന്നറിയോ? ആരാണ്? സംഭവം എന്താണ്? സംഭവം എവിടുന്നറിയോ? നിങ്ങൾ 124 വായിച്ചു നോക്കി. അവിടുന്ന് കട്ടെ 124 മുതൽ ഒന്ന് വായിക്കേ. 122 മുതൽ വായിച്ചോളി. 23 മുതൽ വായിച്ചോളി. كذبت عاد المرسلين إذ قال لهم أخوهم هود ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون أتبنون بكل ريع آية تعبثون وتتخذون مصانع لعلكم تخلدون وإذا بطشتم جبارين فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم قالوا سواء علينا وعظت أم لم تكن من الواعظين. അതിലേക്ക് ഹൂദ് എന്ന പ്രവാചകൻ ചോദിച്ചു. ആ പ്രവാചകൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, നിങ്ങൾ വീടുണ്ടാക്കുന്നു, കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു, പർവ്വതങ്ങൾ ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് പെരുമാറുമ്പോൾ ക്രൂരന്മാരായി പെരുമാറുന്നു. നിങ്ങൾക്ക് ഭയങ്കര ആരോഗ്യം കായിക ശേഷിയൊക്കെ തന്നു. പക്ഷെ അതൊക്കെ നിങ്ങൾ പരസ്പരം അടികൂടാനും പരസ്പരം ആളുകളെ കൊല്ലാനും വഴക്ക് കൂടാനും കൊലപാതകത്തിനും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം എന്ന് ഉപദേശിച്ചു. അപ്പൊ എന്താ ഒരാ മറുപടി അറിയോ? എന്താ പറഞ്ഞത്? കാലു സവാഉൻ അലൈന. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തെ ഉപദേശമൊക്കെ നമ്മളെ കുട്ടികളെയും മക്കളൊക്കെ ഉപദേശിക്കേണ്ട ഉപദേശമാണ്. ആ ആയത്തുകളൊക്കെ ഒന്ന് ഒഴിവിട്ടുമ്പോൾ വായിച്ചു നോക്കേണ്ടി. എന്താ പറഞ്ഞറിയോ? വത്തഖുല്ലാഹ വാത്തിഊൻ, അള്ളാനെ സൂക്ഷിക്കുക, അള്ളാനെ അനുസരിക്കുക. ഒത്തക്കുലതി അമദ്ദക്കും വിമാത്തവർ, നിങ്ങൾക്ക് തന്നെ അറിയില്ല അള്ള നിങ്ങൾക്ക് എന്തൊക്കെ തന്ന് സഹായിച്ചു. നമുക്ക് അള്ള എന്തൊക്കെ തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ മക്കളെ ഇന്നേ വരെ നിങ്ങൾ പട്ടിണി കിടന്നണോ? വിശപ്പെന്താ നിങ്ങൾ അറിഞ്ഞണോ? നിങ്ങൾക്ക് ഡ്രസ്സില്ലാത്ത അവസ്ഥ ഉണ്ടോ? ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടോ? ചോദിക്കുന്ന ചോദ്യമാണത്. ആ ഉപദേശമാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെ അള്ള തന്ന് സഹായിച്ചിട്ടുണ്ടെന്ന്. അമന്തക്കും ബിഅൻആമി വബനീൻ, കുറേ മക്കളും കുറേ കാലികളും ഒക്കെയായി സമ്പത്തും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പൊ ജന്നാത്തി വഅഈൻ, ഒരുപാട് തോട്ടങ്ങളും അരുവികളും ഒക്കെ തന്നു. ഇനി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. മക്കളെ അപ്പാക്ക് പേടിയാണ്, ഒരു ഭയങ്കരമായ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്. ആ ശിക്ഷയെ ഞാൻ പേടിക്കുകയാണ്. എനിക്ക് പേടിയുണ്ട് മക്കളെ. അപ്പാൻ്റെ ആ പേടി ആർക്കും കൂടി കൊടുക്കണം, മക്കൾക്കും കൂടി കൊടുക്കണം. അപ്പൊ അവര് പറഞ്ഞ മറുപടി കാലു, അവര് പറഞ്ഞ സവാഉൻ അലൈന ആ വഅൽത, നീ ഞങ്ങളെ ഉപദേശിച്ചാലും ഞങ്ങൾക്ക് സമാണ്. അംലം തക്കും മിനൽ വാഇദീൻ, ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ലെങ്കിലും രണ്ടാണെങ്കിലും എന്താണ് ഞങ്ങളിതൊന്നും സ്വീകരിക്കാൻ പോണില്ല. വെറുതെ വർത്താനം പറഞ്ഞിങ്ങാണ്ട് തൊള്ളിലെ വെള്ളം വെറ്റിക്കണ്ടാന്ന്. ആര് മറുപടി? ആൾക്കാർ മറുപടി. എന്നിട്ട് അവർ പറയും ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ, ഞങ്ങളിങ്ങനെ ഞങ്ങളെ ആ പൂർവികന്മാരായ ആൾക്കാർ പോയ ആ വഴിയുണ്ടല്ലോ, അതിൽ കൂടെ തന്നെ പോവുള്ളൂ. അമാ നഹ്നു ബിമുഅദ്ദിബീൻ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കണില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഫകദ്ദബൂ ഫഅഹ്ലക്നാഹും ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. എന്താ ഈ ആയത്ത് പഠിക്കാനുള്ളത്? അല്ലാഹ് നശിപ്പിക്കും. എങ്ങനെ? ഉപദേശം മനസ്സിലാക്കണം. ഉപദേശം നിർത്തിയാൽ ഉപദേശിക്കുന്നില്ല എങ്കിൽ അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, എന്താ ഉണ്ടാകാൻ പോണെന്ന് അറിയാം. ഒരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബം നശിക്കും, നാട്ടിലാണെങ്കിൽ ആ നാട് നശിക്കും, സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹം നശിക്കും. അപ്പൊ അതുകൊണ്ട് എന്നും നിലനിൽക്കേണ്ടതാണെന്ത്? ഉപദേശം എന്ന് പറഞ്ഞ സംഗതി. ചരിത്രമാണ് പറഞ്ഞത്, തീർന്നിട്ടില്ല. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെയൊക്കെ സ്വാധീനിക്കും. ഇനി നമുക്ക് പറയാൻ എന്താ അറിയാം, എന്താണ് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യം, എങ്ങനെ ഉപദേശിക്കണം. ചില ആൾക്കാരെന്താ അറിയാം, രണ്ട് കാര്യം അറിയില്ല. ഒന്ന്, എന്താണ് ഉപദേശിക്കേണ്ടതെന്നും അറിയില്ല, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്നും അറിയില്ല, അതിൻ്റെ രീതിശാസ്ത്രം പോലും അറിയില്ല. ഇനി പറയാൻ പോണ വിഷയം അതാണ്, എന്താണ് ഉപദേശിക്കേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം, ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ്, എന്താ അറിയോ, എന്തുകൊണ്ടാണ് പലപ്പോഴും ഉപദേശം ഫലപ്പെടാതെ പോകുന്നത്? ഉപദേശം ഫലപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ എന്താ പറയുക, ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ പച്ചയായ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്റ്റായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ അത് പഠിക്കാം. എൻ്റെ അടിയിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്, അതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വർണത്തിൻ്റെ സക്കാത്ത് 10 പവന് കൂടുതലുണ്ടെങ്കിൽ കൊടുക്കണം, എന്നാൽ വീട്ടിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും കൂട്ടി 10 പവനാണോ അതല്ല ഒരാളുടെ മാത്രം 10 പവൻ സ്വർണത്തിനാണോ കൊടുക്കേണ്ടത്? ഇപ്പം ഈ ചോദ്യം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക്കായ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാത്തതുകൊണ്ടാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു മുതലിനും ശ്രദ്ധിക്കുക, ഏതൊരു മുതലിനും, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏതൊരു മുതലിനും, അത് സ്വർണ്ണാവട്ടെ, വെള്ളിയാവട്ടെ, കറൻസി ആവട്ടെ, പിന്നെ കാർഷിക വരുമാനമാകട്ടെ, ബിസിനസ് ആവട്ടെ, എന്താവട്ടെ, അതിന് ആദ്യം വേണ്ടത് സക്കാത്ത് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് എന്താ വേണ്ടറിയോ, അതിനൊരു മാലിക്ക് വേണം. എന്താണ് മാലിക്ക്? മാലിക്കില്ലാത്തൊരു മുതല് ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഒരു വീട്ടിൽ 5 പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം വിചാരിച്ചോളി. ഏതുപോലെ? ഇപ്പൊ 5 ആള് കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാണ്. എന്താണ്? 5 ആള് കൂടി ബിസിനസ് തുടങ്ങാണ്. ആ ബിസിനസ്സിൽ ഈ 5 ആളും ആ ബിസിനസിന്റെ മാലിക്കാണ്. പക്ഷെ 5 ആളും ഒരേപോലെ മാലിക്കാവണമെന്നില്ല. ഒരാൾ 25% മാത്രമേ അയാൾക്ക് ഷെയർ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് 50% ഉണ്ടാവും, മറ്റാൾക്ക് 25 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരാൾക്ക് 5% ഉണ്ടാവുള്ളൂ, വേറൊരാൾക്ക് 10% ഉണ്ടാവും, വേറൊരാൾക്ക് 50% ഉണ്ടാവും, ബാക്കിയുള്ളത് മുഴുവൻ വേറെ ആൾക്കായിരിക്കും. അപ്പൊ ഇതിന് എന്തായി? ഓരോന്നിന്റെ മാലിക്കായില്ലേ? 1 കോടി ഉറുപ്പ്യ വിചാരിക്കാം, അതിന് മാലിക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ അവനവന്റെ മുതലിനുള്ളത് കൊടുത്തൂടെ? അവനവന്റെ മുതലിനുള്ളത് നിസാബ് തികഞ്ഞാൽ എന്ത് ചെയ്യാം? അവന് സക്കാത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട. ഇപ്പൊ ഒരു വാപ്പാക്ക് 5 പെൺകുട്ടികളുണ്ട് വിചാരിക്കാം. ഒരു വാപ്പാക്ക് 5 പെൺകുട്ടികളുണ്ട്. ആ 5 പെൺകുട്ടിയേക്കും 2 പവനുണ്ട്. 2 പവനുണ്ട്. അപ്പൊ എത്ര പവനായി? 10 പവനായി. ഈ 5 പെൺകുട്ടികളെയും ഈ സ്വർണത്തിന്റെ മാലിക്ക് വാപ്പയാണോ? വാപ്പയാണെങ്കിൽ ആര് സക്കാത്ത് കൊടുക്കണം? 10 കൊടുക്കണ്ട, 10 കൊടുക്കണ്ട, 10 മേലെ ഉണ്ടായാലും കൊടുക്കണം. മനസ്സിലായിട്ടാ പറഞ്ഞത്? ഈ വാപ്പാന്റെ 4 പെൺകുട്ടികളതും പിന്നെ ഉമ്മാന്റെ കൂടി കുട്ടികളി, ഉമ്മാന്റെ സ്വർണത്തിന്റെ ഉമ്മയാണ് മാലിക്കെങ്കിൽ ഉമ്മാക്ക് 10 കൊടുത്താൽ മതി. മനസ്സിലല്ലേ പറഞ്ഞത്? അപ്പൊ ആദ്യം മാലിക്കാരാണെന്ന് തീരുമാനിക്കുക. ഇനി വാപ്പ പറയാണ്, എന്റെ ആ 2 പവന്റെ സ്വർണത്തിന്റെ മാലിക്കിന്റെ കുട്ടി തന്നെയാണ്, അത് എനിക്ക് അതിന് അവകാശമില്ല, ഞാനത് ഓക്ക് കൊടുത്തതാണ് എങ്കിൽ ആ കുട്ടീന് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. എന്നാൽ ചില ബിരുദന്മാരെന്ത് ചെയ്യും? സക്കാത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? അതങ്ങനെയാണെന്ന് പറയും ചെയ്യും. എന്നാൽ അത് കൈകാര്യം ചെയ്യണതും എന്തെങ്കിലും ആവശ്യം വന്ന എടുക്കൊക്കെ ഓൻ തന്നെ അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? എടുക്കിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അതാരെ പറ്റിക്കലാണ്? അള്ളാനെ പറ്റിക്കലാണ്. വിഷയം ക്ലിയറായ? അപ്പൊ ആദ്യം ഒരു ഏത് സമ്പത്ത് സ്വർണ്ണാണെങ്കിൽ പോലും അതിന്റെ മാലിക്ക് ആരാണ് എന്ന് തീരുമാനിക്കും. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ഒരു പ്രശ്നം ഇപ്പൊ എന്താ നിങ്ങള്? ഇപ്പൊ കുട്ടികൾക്കൊന്നുമല്ല, ഇപ്പൊ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാല്, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് 10 പവനിലധികം സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിന്റെ മാലിക്ക് ആരാന്ന് തീരുമാനമായിട്ടില്ല. അങ്ങനത്തെ മുതൽ ഇസ്ലാമിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ വന്നാൽ ആ അവളെ മേത്തുള്ള സ്വർണത്തിന്റെ മാലിക്ക് പാരാ? ഓളാണോന്ന് ചോദിച്ചാൽ
ആണെന്നും പറയാം അല്ലാന്നും പറയാം. കാരണം എന്താ? ഓള് സ്വന്തമായിട്ട് അത് എടുത്ത പ്രശ്നമാണ്. ഓളെ ആവശ്യത്തിന് എടുത്ത പ്രശ്നമാക്കും. ആര് പ്രശ്നമാക്കും? ഓളെ വാപ്പയും പ്രശ്നമാക്കും, മാപ്പിളയും പ്രശ്നമാക്കും. ഇനി മാപ്പിള എടുത്ത് വിചാരിച്ചോളി, ആര് പ്രശ്നമാക്കും? നമ്മളെ നാട്ടിലെ കഥയെ പറഞ്ഞത്, മാപ്പിള ഒരു അത്യാവശ്യത്തിന് ഓളെ സ്വർണ്ണം എടുത്താൽ ആര് പ്രശ്നമാക്കും? ഓളെ പെരക്കാര് പ്രശ്നമാക്കും. ഇല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്താ വേണ്ടത്? ആദ്യം സ്വർണത്തിന്റെ മാലിക്കാര തീരുമാനിക്കണം. അപ്പൊ നമ്മളെ മക്കൾക്ക് സ്വർണം കൊടുക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവനാന്റെ കഴിവിനനുസരിച്ച് പെൺകുട്ടിക്ക് സ്വർണം കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കാം. അള്ളാഹ് ഹലാലാക്കിയതാ. ഇനി 100, 200, 500 എത്ര ചങ്ങൾ കൊടുത്തോളി. പക്ഷെ എന്ത് വേണം? 2.5% സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ഇനി ഒരു മോക്ക് 100 പവനും മറ്റേ മോക്ക് 50 പവനും മറ്റേ മോക്ക് അങ്ങനെ പല രൂപത്തിൽ കൊടുക്കാൻ പാടില്ല. ഹദിയ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം? അതിന്റെ മൂല്യം ഒരേ മൂല്യത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. മൂല്യം ഒരേ മൂല്യമായിരിക്കണം. ചിലപ്പം അന്ന് 100 പവൻ കൊടുത്തതിന് ഇന്ന് 100 പവൻ കൊടുക്കാൻ കഴിയില്ല, മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ മൂല്യം കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കൊടുക്കണം, ആൺകുട്ടികൾക്കും ഒരേപോലെ കൊടുക്കണം. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പ സ്വത്ത് ഒരേക്കാണെങ്കിൽ ആണൂരി പെണ്ണൂരി എന്ന് പറഞ്ഞിട്ടില്ല. ആണിന്റെ പകുതിയാണല്ലോ വാപ്പാന്റെ ഉമ്മാന്റെ സ്വത്ത്. ആണിന്റെ പകുതിയല്ലേ പെണ്ണിനുള്ളൂ. അത് എപ്പം? മരിച്ചതിന് ശേഷം. ജീവിച്ചിരിക്കുമ്പോഴാണ് കൊടുക്കണതെങ്കിൽ എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം. അത് ആണും പെണ്ണൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം ജീവിച്ചിരിക്കുമ്പോൾ. അതിന് ഹദിയ എന്നാ പറയാം. അത് അനന്തര സ്വത്തല്ല, അതിന് ഹദിയ എന്നാണ് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണേന് അത് ഒരേപോലെ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെ, എല്ലാ ആൺകുട്ടികൾക്കും ഒരേപോലെ കൊടുക്കണം. ഒരു ആൺകുട്ടിനെ നമ്മൾ ഭയങ്കരമായിട്ട് 1 കോടി ചെലവാക്കി പഠിപ്പിച്ചു, വേറൊരു ആൺകുട്ടിനെ നമ്മളൊന്നും ചിലപ്പോൾ ഒന്നും പഠിപ്പിക്കാതെ ഓനൊരു മൂലൊക്കെ കിട്ടും, ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെലവഴിക്കുമ്പോൾ മക്കൾക്കെല്ലാം ഒരേപോലെ നീതി കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വർണം കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. സ്വർണം കൊടുക്കുമ്പോൾ തന്നെ പറയാം, മോളെ ഇത് വാപ്പ അനക്ക് ഹദിയായിട്ട് തന്നതാണ്, ഇതിന്റെ ഉടമാവകാശി ഈയാണ്, അതിന്റെ സക്കാത്ത് നീ കൊടുത്തിരിക്കണം എന്ന് ഓളോട് പറയണം. മനസ്സിലായില്ലേ? ഇനി ഇവളെ സ്വർണത്തിന് വാപ്പാക്ക് എടുക്കേണ്ടെന്ന് വിചാരിക്കാം. ഇവക്ക് കൊടുത്ത സ്വർണത്തിന് വാപ്പാക്ക് അത്യാവശ്യം വന്നപ്പോൾ എടുക്കേണ്ടി വന്നു വിചാരിക്കാം. അതെന്തായിരിക്കും? കടമായിരിക്കും. അങ്ങനെ ആ വാപ്പ മരിക്കുകയാണെങ്കിൽ ഈ സ്വത്ത് ഒരുക്കുമ്പോൾ ആദ്യം ഈ മകളെ സ്വർണം കൊടുത്തിട്ട് വേണം ബാക്കിയാണ് ഊരേക്കേണ്ടത്. അത് കടായിരിക്കും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളെ സമൂഹത്തിൽ കുടുംബങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ആദ്യം തന്നെ മാലിക്കാരാൻ തീരുമാനിക്കുക, ആ സ്വത്തിന്റെ കാര്യം തീരുമാനിക്കുക, അത് കൊടുക്കുക. ഇനി ഒരു വാപ്പ ആ ചെറിയ പെൺകുട്ടികളാണ്, കല്യാണം കേൾക്കാത്ത പെൺകുട്ടിക്ക് അത്യാവശ്യം ഒരു 4-5 പെൺകുട്ടികളുടെ ഓർക്ക് അങ്ങനെ കൊടുത്തത് 10 പവനിൽ അധികം ഉണ്ടെങ്കിൽ ഈ മക്കളുടെ മുഴുവത്തിന് മാലിക്ക് വാപ്പയാണെങ്കിൽ ഈ സക്കാത്തിന്റെ അവകാശി ആരാണ്? സക്കാത്ത് കൊടുക്കേണ്ട ആളാരാണ്? വാപ്പയാണ്. നാളെ പരലോകത്ത് ആരോടാ ചോദ്യം ചോദിക്കുക? ഈ മക്കളോടല്ല, വാപ്പയോടായിരിക്കും. അപ്പൊ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ അത് തീരുമാനമാക്കിയാൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമില്ല. അതിൽ പിന്നെ എന്ത് ചെയ്യണ്ട? ഓരോ മക്കൾക്കും 3 പവൻ ഊക്കുള്ളതാണ്, അതുകൊണ്ട് വലുതായാലും ഊക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ വാപ്പാക്കായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണ്ട? അത് കൊടുക്കണ്ട. മറ്റേ ഓളന്നെ അതിന്റെ അവകാശി. ഓർക്ക് 10 പവൻ എന്നാണോ 10 പവൻ എന്നാണോണ്ടാണ് അന്നൂര് കൊടുത്താൽ മതി. ക്ലിയർ ആയോ ചോദ്യം? ഉത്തരം മനസ്സിലായോ? ചോദ്യകർത്താവ് ആരാന്നറിയില്ല. ഉത്തരം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ? ഓക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യങ്ങൾ വ്യക്തമായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി ഈ സമയം അള്ളാഹു തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യമാക്കി അള്ളാഹു ഇതിനെ മാറ്റി തരുമാറാവട്ടെ. ഈ ക്ലാസ് സാധാരണ ഷാബാനിലെ ക്ലാസ്സും അല്ല, ഇനി നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന ഷവ്വാലിലെ ക്ലാസ്സും അല്ല. റമദാനിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, അത് പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ 10 കിട്ടുന്ന ക്ലാസ്. അള്ളാഹു തആല നമുക്ക് നമ്മളെ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹു ഈ ഒരു ഇരുത്തം കാരണമാക്കി തീർക്കട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാനുള്ള ഈ ഒരു മാനസികാവസ്ഥ ഈമാനും തഖ്വയും അള്ളാഹു തആല നമുക്ക് മരണം വരെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുനിയവിയായ വിഷയങ്ങളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വീട്, അതുപോലെ തന്നെ നമ്മുടെ ജോലി തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രതിസന്ധിയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം പരിഹാരമായി എത്രയും പെട്ടെന്ന് യുദ്ധത്തിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും രാജ്യത്തിന് അള്ളാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭരണാധികാരിക്ക് അള്ളാഹു തആല സന്മനസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന എമ്പാടും ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകില്ല. അപ്പോൾ ഒന്നുകിൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും, അവൻ്റെ പെരുന്നാൾ പിറ്റേന്നാവും. ഇനി മാസം കണ്ടിയില്ലെങ്കിൽ ശനിയാഴ്ച പെരുന്നാളാവും. അതുകൊണ്ട് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല. പിറ്റത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും.